നമ്മോടൊപ്പം അക്കിരമൺ കാളിദാസ പട്ടത്തിരിപ്പാടുകൊണ്ട് യോഗക്ഷേമ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ചടങ്ങിൽ, അതും പന്തളം കൊട്ടാരം പ്രതിനിധികളൊക്കെ പങ്കെടുത്ത ഒരു ശബരിമല സംരക്ഷണ സംഗമത്തിൽ ഒരു സ്വാമിജി തന്നെ അങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് അങ്ങേയറ്റം തെറ്റല്ല. അങ്ങയുടെ ഒരു നിലപാട് എന്താണ്? സ്വാമിജിയുടെ നിലപാട് അതെന്താണെന്ന് ഞാൻ കേട്ടില്ല, അതെനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അത് ഈ ബാബുര സങ്കല്പം എന്നൊരു സങ്കല്പമുണ്ട്. അത് ശിവഭൂതമായിട്ട് അത് ചരിത്രം പറയുന്നത്, അല്ലെങ്കിൽ ഭൂതനാഥ സർവസ്വത്തിൽ പറയുന്നത് എരുമേലിയിൽ അവിടെ തൊഴുതു വരണം എന്നാണ് പറയുന്നത്. മറ്റുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാതെ കയറി പറയാവുന്ന ഒരു സംഭവമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ സത്യത്തിന്റെ പ്രതീകമാണ്. അയ്യപ്പനൊരു സമുദ്രമാണെങ്കിൽ അതിലെല്ലാവരും വന്ന് ലയിക്കുന്നു. സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ സംഗമമായിട്ട് പറഞ്ഞത് അതൊരു ഹിന്ദു ക്ഷേത്രം തന്നെയാണ്, അതല്ലാണ്ട് ശാന്താനന്ദ മഹർഷി അവിടെ ആ വേദിയിൽ വെച്ച് അങ്ങനെ ഒരു പ്രസംഗമാണല്ലോ നടത്തിയത്. അത് സ്വാഭാവികമായും ബാബര് എന്ന ഒരു സങ്കല്പത്തെ പറ്റിയുള്ള ചില നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. തീവ്രവാദിയാണെന്നും അയ്യപ്പനെ ആക്രമിക്കാൻ വന്ന ആളാണെന്നും പൂജിക്കരുത് എന്നുള്ള ഒരു പ്രസ്താവനയാണ്, ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? അതല്ല, ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ പറയുന്നില്ല, ഇങ്ങനെ ഒരു മത്സരത്തിന്റെ രാഷ്ട്രീയം പറയുന്നില്ല. പിന്നെ എനിക്ക് പറയാൻ തോന്നുന്നു, ഞാൻ ഈ വിഷയം വിട്ടു പറയാൻ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് പറയുന്നത് നന്നായി രാജ്യം ഭരിച്ചാൽ ഇങ്ങനെ മതസംഘടനകളെ ഒന്നും സ്വാധീനിച്ചൊരു വോട്ട് പിടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു വിഷയം വിട്ടു പറയാൻ ധരിക്കരുത്. എനിക്ക് പറയാൻ തോന്നുന്നത് ശരിക്ക് പഠിക്കാതെ ഇതൊന്നും കയറി അഭിപ്രായം പറയാൻ പാടില്ല, ആരായാലും പറയാൻ പാടില്ല. സ്വാമിജി പറഞ്ഞ ഏത് അവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വാപുര സങ്കല്പം എന്നൊരു സങ്കല്പം എരുമേലിയിൽ അവിടെ ഈ ശബരിമല ദർശനത്തിന്റെ സമ്പ്രദായം ഇപ്പൊ കാണുന്നൊന്നും അല്ല പണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അവിടെ ഇതിനകത്ത് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എരുമേലിയിൽ വന്ന് കാനനപാതയിൽ കൂടി പിന്നെ അവിടെ പർണശാലകൾ കെട്ടി അവിടെ അയ്യപ്പ ദർശനം ചെയ്യണം എന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോ ഒരു ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിലേക്ക് ഈ വിഷയങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് പോലെ തോന്നുകയാണ്. എല്ലാ കാലങ്ങളിലും ഈ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ ഈ പരാതിക്കാർ പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം മതസ്പർദ്ധ ഉണ്ടാക്കും, ചേരിതിരിവ് ഉണ്ടാക്കും മതങ്ങൾക്കിടയിൽ എന്നുള്ളതാണ്. അല്ല, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ആരും തന്നെ പറയാൻ പാടില്ല, അത് സംശയമൊന്നുമില്ല. പക്ഷേ സ്വാമിജി എന്ത് അടിസ്ഥാനത്തിലായി പറഞ്ഞത് നമുക്കൊരു പിടിയില്ല. ഞാൻ പന്തളത്ത് കൊട്ടാരമായി സംസാരിച്ചിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ഇതിന് കൃത്യമായ ഒരു മറുപടി നമ്മൾ പൊതുവേദിയിൽ തരുന്നതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലും മതസൗഹാർദ്ദം തന്നെയാണ് നമ്മുടെയൊക്കെ സങ്കല്പം. മതസൗഹാർദ്ദത്തിന്റെ, എന്നാൽ മതേതരത്വ മന്ത്രങ്ങളൊന്നുമല്ല ശബരിമല ഉപയോഗിക്കുന്നത്. ശബരിമല ഹൈന്ദവ മതത്തിന്റെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ മന്ത്രങ്ങൾ തന്നെയാണ്. അത് മതേതര ക്ഷേത്രമൊന്നുമല്ല. പക്ഷേ മതസൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ എല്ലാവർക്കും അവിടെ എത്താവുന്ന സങ്കല്പം മാത്രമാണ്. ഈ വിഷയത്തിൽ കൂടുതൽ ആലോചിച്ച് പ്രതികരിക്കണം. എനിക്ക് തോന്നുന്നു മതസൗഹാർദ്ദത്തിന്റെ നാടാണ് നമ്മുടെ നാട്. ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ വരാതിരിക്കുന്നത് നല്ലതാണ്. വാസ്തവത്തിൽ ഇതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ പ്രതികരിക്കരുത് എന്നും കൂടി വിനീതമായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.